അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ്, ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാൻ അതിനകത്ത് എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് എനിക്ക് ഈ ഹെയർ ഓയിൽ എഫക്റ്റീവ് ആയതെന്നും ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോ അല്ലെങ്കിൽ ഐക്കാർട്ടിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. പിന്നെ നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ വീഡിയോ ആണല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിലും കാണാം കേട്ടോ. അപ്പോൾ ചാനലിൻ്റെ ഐക്കണെ പ്രസ് ചെയ്താൽ ചാനലിൻ്റെ മെയിൻ വീഡിയോസിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ എടുത്തും കാണാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ കോക്കനട്ട് ഓയിലാണ്, അതായത് 1 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കാച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു കൈപ്പിടി ആര്യവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒരു കൈപ്പിടി കയ്യുണ്ണിയും, അതായത് നമ്മൾ ചൂടോടുകൂടി ഒരു കൈപ്പിടി കയ്യുണ്ണി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പില, പിന്നെ ഒരു 10-30 ചുമന്നുള്ളി അല്ലെങ്കിൽ ഒരു കൈപ്പിടി ചുമന്നുള്ളി. പിന്നെ നമ്മൾ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്ക നമ്മൾ ചെറിയ നെല്ലിക്കയാണ്, ഒരു 10 നെല്ലിക്ക എടുക്കാം, അല്ലെങ്കിൽ ഒരു 8 നെല്ലിക്ക വരെ എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇവിടെ 2 ചുവട് കിട്ടിയത്, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലാഞ്ചി ഇലയാണ്, അതും ഒരു കൈപ്പിടിയാണ്. പിന്നെ ഒരു കൈപ്പിടി ബ്രഹ്മിയാണ് കേട്ടോ. ബ്രഹ്മി നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണെന്ന്? അറിയുന്നവരുണ്ടാവാം, അറിയില്ലാത്തവരുണ്ടാവാം. ടീച്ചർമാർ ചോദിക്കണമെങ്കിൽ ആർക്കെങ്കിലും അറിയാമോ? വേറൊന്നുമല്ല, നമ്മുടെ കേശവർദ്ധിനി എന്ന് പറയുന്നൊരു ചെടിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി തഴച്ച് വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയുടെ പൂവാണ്. അതൊരു 4-5 എണ്ണം എടുക്കാം. അപ്പോൾ ഞാനൊരു പൂവാണ് കിട്ടിയത്, ബാക്കി മൊട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അത് നടുവേ കീറിയതുകൊണ്ടാണ് കേട്ടോ അത്രയും കിടക്കണേ. പിന്നെ 1 സ്പൂൺ ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു 5-6 കുരുമുളക് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തലയ്ക്ക് തണുപ്പ് ഇറങ്ങിയിട്ട് നീരിളക്കം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ കുരുമുളക് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പറയാൻ മറന്നുപോയി, ഒരു ചെറിയൊരു കഷ്ണം കറ്റാർവാഴയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഏകദേശം ഒരു 14 ഇൻഗ്രീഡിയൻസ്, എണ്ണയും കൂടെ കൂടി 15 ഇൻഗ്രീഡിയൻസ്. കറ്റാർവാഴ നമ്മുടെ സൈഡിൽ മുള്ളൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഈ കറ്റാർവാഴ അരച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ വേണമെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആ കറ്റാർവാഴയും അരച്ചെടുത്തതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ആ ഉലുവ കുതിർത്ത വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത്ര ഈ ഒരു പാകത്തിനാക്കി അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു ഉരുളിയിലേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, 1 ലിറ്റർ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. അത് ഈ നമ്മൾ ഈ മില്ലിൽ നിന്ന് വാങ്ങിയ എണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ, അല്ലാത്ത വാങ്ങണ അത്ര നല്ലതല്ല. അപ്പോൾ അത് നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഒഴിച്ച് നമുക്കൊരു 1 മണിക്കൂറോളം നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കണം. കാരണം ഈ ഓയിലായിട്ട് ഇത് ഈ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഈ ഓയിലുമായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അതിന് ശേഷം വേണം കേട്ടോ. ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്കിങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഓയിൽ കാച്ചുവാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഓയിൽ കാച്ചാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ല എങ്കിൽ മാത്രം ഇതുപോലെ ഉരുളിയോ അല്ലെങ്കിൽ സാധാരണ ചീനച്ചട്ടി എടുക്കാം. ചുവടിന് നല്ല കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഏത് പാത്രമാണെങ്കിലും ചുവട് കട്ടി വേണം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ 1 മണിക്കൂറിന് ശേഷം തുറന്നതാണ്. അപ്പോൾ നമ്മുടെ ഓയിലും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കിടക്കാൻ കണ്ടില്ലേ. ഇനി നമ്മൾക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക്, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മളിത് മാറ്റണം. എന്നിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് ഇട്ടിട്ട് വേറെ എവിടെയും പോകരുത്. കാരണം ഇത് കരിഞ്ഞു പോകാനും മൂട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റ് ഇടവിട്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഏകദേശം എണ്ണ പതിയെ ചൂടായിട്ട് പതിയെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തീരുന്നോടം വരെ ഇതിട്ടിട്ട് എങ്ങോട്ടും പോകരുത്.
നമ്മളിങ്ങനെ 1 മിനിറ്റ് ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇനി പാകം ആകുമ്പോൾ, അതായത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുത്തു എനിക്ക് എണ്ണ പാകമായി കിട്ടാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന എണ്ണയുടെ ഒക്കെ അളവിനനുസരിച്ച് സമയം മാറിയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് ഈ ഒരു ഇടത്ത് നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ വരെ ആകുമ്പോഴാണ് എന്താ പറയുക നന്നായിട്ടൊന്ന് ആയി വന്നത് കേട്ടോ. അപ്പോൾ അതൊരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേജാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എന്താ പറയുക നന്നായിട്ട് കണ്ടില്ല, വെള്ളം മുഴുവൻ പൊട്ടിത്തീരണം. ഇതുപോലെ ഇങ്ങനെ പൊട്ടി മുഴുവൻ വെള്ളം തീർന്നു കഴിയുമ്പോൾ നമ്മുടെ എണ്ണ പതിയെ പത പോലെ പൊങ്ങി വരും പുറകെ നമ്മുടെ എണ്ണയുടെ മുകളിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മുടെ എണ്ണ പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇനി. അപ്പോൾ അതാ നമ്മുടെ എണ്ണ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, മുകളിൽ കൂടെ പതഞ്ഞ് പത പോലെ പൊങ്ങി സൈഡിലേക്ക് വന്ന കണ്ടില്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എണ്ണ ഒരുപാട് മുറുകിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് വന്ന കണ്ടോ, കുമ്പളയൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പൊറ്റനൊക്കെ നന്നായിട്ട് കൊറ്റൻ എന്ന് പറയുന്ന സംഭവം നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു പതിയൊരു ക്രിസ്പ്നെസ് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഉരുളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓഫാക്കിയാലും ഈ സംഭവം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഒരു 5 മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കണ്ടറിഞ്ഞ് ഫ്ലെയിം ഓഫാക്കണം. ഉരുളിയിലുണ്ടാക്കുമ്പോൾ ചീനച്ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഉരുളിക്ക് ചൂട് കുറച്ച് നേരം കൂടെ നീണ്ടു നിൽക്കും. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് എണ്ണ പാകം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് ചതച്ചിട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് നീരിളക്കമൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സൈഡിൽ കൂടെ ഒക്കെ നന്നായിട്ട് പതയായി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കണതാണ്, പക്ഷെ എന്നിട്ടും അത് തിളക്കണം കണ്ടില്ലേ ചെറുതായിട്ട്. അപ്പോൾ ഇതിനി നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്നത്തെ ദിവസമാണ് നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഉണങ്ങിയ തുണിയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലൊരു ചില്ലിൻ്റെ കുപ്പിക്കകത്തേക്ക് മാറ്റുക. അതിന് ശേഷം മാത്രമേ സൂക്ഷിച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ എണ്ണയുടെ ഗുണം പോകാനുള്ള സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് കുപ്പിയൊന്നും കഴിവത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ. ഇനി ഈ ഒരു ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത നല്ല തണുവായിരിക്കും. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല തണുവുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് പതിയെ ഇത് നമ്മുടെ തലയിലേക്ക് പിടിപ്പിക്കണം. അതായത് ഒരു അല്പം എടുത്ത് നെറുകയിൽ ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്കത് കുറേശ്ശെ അളവ് കൂട്ടി വരിക. അല്ലാണ്ട് ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ ഏതൊരു ഓയിലാണെങ്കിലും ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പം ഡയറക്റ്റ് ഒരുപാട് തലയിലേക്ക് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ചാൽ ചിലപ്പോൾ ഈ തണുവൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ ജലദോഷമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ഓയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ചുമന്നുള്ളി, അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇല, അതുപോലെ ഒപ്പം തന്നെ കറിവേപ്പില, പിന്നെ ഒരു 5-6 നെല്ലിക്ക, പിന്നെ കയ്യുണ്ണിയം. ഇത്രയും മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ഈ എണ്ണ കാച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തണുവ് ഒരുപാട് നമുക്ക് തലയ്ക്ക് പിടിക്കത്തില്ലാത്തവർക്ക് ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണെങ്കിലും ഈ ഒരു എണ്ണ കാച്ചിയെടുക്കാം. പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും പിന്നെ ഉലുവയും ഇത്രയും കേട്ടോ. അതായത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് കേശവർദ്ധിനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ തലയ്ക്ക് തണുവ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. 1 സ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ഒരു കൈപ്പിടി ആര്യവേപ്പിൻ്റെ ഇല, ചുമന്നുള്ളി 1 കൈപ്പിടി, അതിനോടൊപ്പം തന്നെ 1 കൈപ്പിടി കയ്യുണ്ണിയം, 1 കൈപ്പിടി മൈലാഞ്ചി ഇല, 1 കൈപ്പിടി തുളസി ഇല. ഇത്രയും ചേർത്തിട്ടും നമുക്ക് ഈ ഒരു ഓയിൽ ഇതേ പ്രൊസീജിയറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ തലയ്ക്ക് തണുവ്, തലവേദന അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല തണുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തലവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ തലവേദന കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.